ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. മസാല ദോശ എന്ന് പറയാമല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ എപ്പോഴാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ വൈകുന്നേരമോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെയിം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലത്തെ മസാല ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ ഈ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പ് കൊണ്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ 1/2 കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കഴുകി 7 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞു വേണ്ട, ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അരച്ചു കൊടുക്കുമ്പോൾ ഇതിന് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേണം കേട്ടോ അരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നാളെയാണ് ഈ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് അരിയൊക്കെ സോക്ക് ചെയ്ത് വെച്ചു. വൈകുന്നേരമായപ്പോൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, ദോശമാവാണെങ്കിലും ഇഡ്ഡലി മാവാണെങ്കിലും നമ്മൾ തലേ ദിവസമാണ് എപ്പോഴും അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് ഇതുപോലെ വെക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മുടെ മസാല ദോശയ്ക്കുള്ള മാവ് റെഡിയാണ്. ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇച്ചിരി തിക്നെസ് ഉണ്ടാവും. കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ദോശമാവിൽ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. മാവിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ദോശ മാവ് നല്ല കട്ടിയാവില്ല, നല്ല തിക്കാവില്ല, ഇച്ചിരി ലൂസായിരിക്കും. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുക്കുക ദോശമാവ്. നേരത്തെ ഇളക്കി കൊടുക്കണേക്കാളും വ്യത്യാസമല്ലേ ഇപ്പോൾ ഇളക്കുമ്പോൾ. നേരത്തെ തിക്കായിരുന്നു, ഇപ്പോൾ ഭയങ്കര ലൂസായിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവണില്ലേ? അപ്പോൾ അതേപോലെ വേണം എടുക്കാൻ കേട്ടോ. നല്ല ലൂസാവാനും പാടില്ല. നല്ല ലൂസായി പോലെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ചട്ടിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ആവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇച്ചിരി കട്ടി വേണം താനും, എന്നാൽ തീരെ ലൂസാവാനും പാടില്ല. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ മെയിൻ എന്ന് പറയുന്നത് മസാലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട്, 3 ഉരുളൻകിഴങ്ങ്, 4 കുഞ്ഞ് ക്യാരറ്റ്, ഇതൊക്കെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതും 1/2 കപ്പ് വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാലക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബീട്രൂട്ടും ക്യാരറ്റും ഇല്ല. ആകെ കൂടി ഉരുളൻകിഴങ്ങേ ഉള്ളൂ എന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങ് മാത്രം മതി. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ മസാലക്കറി. ഇനി ഇപ്പോൾ ബീട്രൂട്ടും ഉരുളൻകിഴങ്ങും കുഴപ്പമില്ല, ബീട്രൂട്ടും ക്യാരറ്റും കുഴപ്പമില്ല. എപ്പോഴും ഉരുളൻകിഴങ്ങ് മസ്റ്റാണ് കേട്ടോ മസാലക്കറിക്ക്. എപ്പോഴും ഉരുളൻകിഴങ്ങിനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ മസാല ദോശയുടെ മസാല എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ പറയുന്നത് ഉരുളൻകിഴങ്ങാണ്. ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം അധികം എന്ന് പറയാനില്ല കേട്ടോ. പാകത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടില്ല, കൂടുതൽ വെള്ളമൊന്നും കാണുന്നില്ല. ഇനി ഈ ചട്ടകം വെച്ചിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, ഉരുളൻകിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ആ കഷ്ണങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ടാ ഇതേപോലെ കണ്ടില്ലേ, നല്ല പോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലക്കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കടുക് ഇനി പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് പൊതുവേ ഗ്യാസുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. വെളുത്തുള്ളിയുടെ ഫ്ലേവർ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ എക്സ്ട്രാ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഈ പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്തൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 സവാള അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗം മിസ്സായി പോയി, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് കേട്ടോ. സവാള ഇട്ട് കൊടുത്തതിൻ്റെ പിന്നാലേക്ക് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ സവാളയിൽ ഈ മിക്സില്ലേ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിലല്ലേ ഉരുളൻകിഴങ്ങിലൊക്കെ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാലയിലേക്കുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സവാളൊക്കെ ചെറുതായിട്ട് വാടി വരും കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സവാളയും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങൊക്കെ ഇല്ല അതൊക്കെ നല്ല പോലെ മിക്സായിട്ട് വരണം, യോജിച്ച് വരണം. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ ശരിയല്ലേ എന്ന് നോക്കി നോക്കാം. ഇനി അഥവാ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ഉപ്പൊക്കെ പാകമാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ കറിക്ക് കിട്ടുക. ഇനിയിപ്പോൾ മല്ലിയിലയുടെ സ്മെല്ല് ഇഷ്ടമല്ല, ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട, ഓപ്ഷനിലാണ്. പൊതുവേ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ മസാലക്കറിക്ക് കിട്ടുക. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശയിൽ വെക്കാനുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശമാവ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശ നല്ല പോലെ ഒരു ചുവപ്പ് കളർ വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ടില്ലേ ഒരു തവ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. മസാല ദോശയ്ക്കുള്ള ഒരു തവയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കയ്യിൽ കണ്ട ഈ ഒരു കയ്യിലുകൊണ്ട് ഒരു കയ്യിൽ മാവാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. എപ്പോഴും കയ്യിലെടുക്കുമ്പോഴേ ഇതുപോലത്തെ കുണ്ടുള്ള കയ്യിൽ തന്നെ അടി ജസ്റ്റ് ഒന്ന് പരന്നിട്ടുണ്ടാവില്ലേ, അങ്ങനെ നോക്കിയെടുത്തോളാം കേട്ടോ. ഇപ്പോൾ ഇതേ പരത്തി കൊടുത്തിട്ടുണ്ട്. ഈ പരത്തിയതിന് ശേഷം ഇപ്പോൾ ഈ മാവിൽ കണ്ടോ ഈ വെള്ള കളർ, ഈ മാവിൻ്റെ കളർ കാണുന്നത് അതൊന്നും മാറിയിട്ട് കണ്ടില്ലേ പകുതി സൈഡിലിങ്ങനെ ആ മാവിൻ്റെ കളർ വെന്ത് വരുമ്പോൾ വ്യത്യാസമായി വരുന്നത്. അങ്ങനെ മൊത്തം ദോശ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഞാൻ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടിയിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ടീസ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ദോശ നല്ല പോലെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ദോശ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ മസാലയില്ലേ അത് വെച്ച് കൊടുക്കുക. സെൻറ്റർ ഭാഗമായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സൈഡ് കൊണ്ട് കണ്ടില്ല ഒരു സൈഡ് ഇങ്ങനെ മടക്കുക.
മസാല ദോശ റെഡി. ഇത്രയുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അടുത്ത മസാല ദോശയ്ക്കുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു. ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണു. അപ്പോൾ ദോശയ്ക്കുള്ളത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ ഇതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അല്ല ആ ഒരു മാവിൻ്റെ അത് ഒന്ന് മാറിയിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ ദോശയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും. കണ്ടില്ല ആ റെഡ് കളർ വരുന്നത് ദോശയമ്മ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ദോശയ്ക്കാണെങ്കിലും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ് മസാല ദോശയ്ക്ക്. ഇതേപോലെ മസാല വെച്ചിട്ട് അടച്ച് ഇതേപോലെ അടച്ച് വെച്ചു. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം ദോശ ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് മോഡൽ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അവിടുത്തെ മസാല ദോശയിൽ എപ്പോഴും അവർ ബീട്രൂട്ടിൽ അത് മിക്സ് ചെയ്യും. അത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് കട്ട്ലേറ്റ്, ബീട്രൂട്ട് കട്ട്ലേറ്റ്. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയില്ലേ, തൊഴുത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മസാല ദോശ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ടേ കഴിക്കണ കാരണം ഭയങ്കര ഇഷ്ടമാണ് ആ മസാല ദോശയും അതുപോലെ തന്നെ കട്ട്ലേറ്റും. അപ്പോൾ ആ ഒരു ഇത് നമുക്കിവിടെ വീട്ടിലുണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ്. മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ആ സെയിം ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഇതിനൊപ്പം കോമ്പിനേഷനായിട്ട് മസാല ദോശയുടെ ഒപ്പം കോമ്പിനേഷനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ചട്നി, ചമ്മന്തി, അതുപോലെ തന്നെ സാമ്പാർ. അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മസാല ദോശയാണ്. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.